എളുപ്പം ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടെ ആളിയെ ഈ കേസുമായി കോടതിയിലേക്ക് പോകരുതെന്നാണ് എന്റെ അഭിപ്രായം. അതെന്താ? ഡിഫൻസ് ലോയർ അഡ്വക്കേറ്റ് റാംമോഹൻ ആണെന്നാ കേട്ടത്. അയാളാണോ? വളരെ ബ്രില്യന്റ് ആയ ലോയർ അദ്ദേഹം. ആള് ഭയങ്കര കട്ടിക്കാരനാ. കുറച്ച് പ്രയാസപ്പെടേണ്ടി വന്നു കൂട്ടിക്കൊണ്ടുവരാൻ. നല്ല ഭംഗിയായി മാഡം ആളിനെ ഹാൻഡിൽ ചെയ്തു. ഇത്രയ്ക്ക് സ്നേഹത്തോടെ മാഡം ആരോട് സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല. പഴയതുപോലെ മൂർത്തി അവനെല്ലാം ചെയ്തു കൊടുക്ക. അവൻ ആവശ്യപ്പെടുന്നത് എന്തും. അവന് നമുക്ക് ആവശ്യമുണ്ട് മൂർത്തി. എനിക്കൊരാളുടെ തല വേണമെന്ന് പറഞ്ഞ അവനത് വെട്ടിയെടുത്തോണ്ട് വരണം. അതിനുവേണ്ടി ഈ ഇടത്തെ അവനെ എത്ര വേണേലും സ്നേഹിക്കും. ആളിയെ ഏതോ കേസിന്റെ കാര്യമായ സ്റ്റഡിയിലാണെന്ന് തോന്നുന്നല്ലോ. ഇത് അവന്തികയുടെ കേസാ. ഞാനിതിന്റെ ഫോറൻസിക് റിപ്പോർട്ടും വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റും മെഡിക്കൽ റെക്കോർഡ്സും എല്ലാം ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കായിരുന്നു. ഈ സുഗതം മേനോൻ ഒരു ചെറിയ പുള്ളിയല്ല അല്ലേ രാജീവേ? ശരിക്കും അയാളാരാ? എനിക്കതിനെ കുറിച്ച് വലിയ പിടിയൊന്നുമില്ല. ഈ കൊല്ലപ്പെട്ട അനിരുദ്ധനുമായിട്ട് അയാൾക്ക് യാതൊരു ബന്ധവുമില്ല. ഒരു സുഹൃത്താണെന്ന് പറയപ്പെടുന്ന അല്ലാതെ ഇതുപോലൊരു കേസുമായി ഇത്ര റിസ്ക് എടുത്ത് കോടതി വരണമെങ്കിൽ അയാൾ അത്ര ചെറിയ പുള്ളിയല്ല. അയാൾക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടോന്നാണ് എൻ്റെ ഒരു സംശയം. ഈ മരിച്ചുപോയ അനിരുദ്ധന്റെ ഭാര്യയോ മകളോ ഈ കേസ് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിരുന്നെങ്കിൽ അതിലൊരു ലോജിക് ഉണ്ടായിരുന്നു. എന്റെ ബലമായ സംശയം ഈ സുഗതം മേനോനെ കൊണ്ട് ഈ കേസ് കോടതിയിൽ എത്തിച്ചത് മറ്റാരോ ആണെന്ന്. രാജീവ് എന്ത് പറയുന്നു? ഒന്നാലോചിച്ച എന്റെ സംശയത്തിന് അടിസ്ഥാനമില്ലേ? അനിരുദ്ധന്റെ മരണം ക്ലീനായ ഒരു കൊലപാതകമാണ്. അവന്തിക തന്നെയാണ് ചെയ്യുന്നുള്ള എല്ലാ തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട്. ആ കേസില് നിങ്ങളാണ് വാദി. അനിരുദ്ധന് വേണ്ടി അത്രയെങ്കിലും ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഗോകുലിന്റെ സംശയം ശരിയായിരിക്കാം. പക്ഷേ ആളുകൾ തമ്മിലുള്ള ബന്ധം പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ ആവണമെന്നില്ലല്ലോ. ഈ അനിരുദ്ധനും സുഗതൻ മേനോനും തമ്മിൽ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറം ഒരു ബന്ധമുണ്ടെങ്കിൽ, അല്ല, ഈ കേസിൽ നമ്മൾ സുഗതൻ മേനോന്റെ വെയർഅബൌട്ട്സ് എന്തിനാ സെർച്ച് ചെയ്യുന്നത്? അയാള് ആരാണെന്നുള്ളതല്ലോ ഈ കേസിലെ പ്രധാന പ്രശ്നം. അവന്തിക കുറ്റവാളിയാണോ എന്നുള്ളതല്ലേ. എന്തായാലും സുഗതൻ മേനോന് കോടതിയിൽ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അയാൾ വരുമ്പോ ബാക്കി അയാളോട് ചോദിച്ചാ പോരെ, പ്രശ്നം തീർന്നില്ലേ? സർവ്വ തെളിവുകളും അവന്തിക്കെതിരാ. ബാലിസ്റ്റിക് എക്സ്പെർട്ടിന്റെ റിപ്പോർട്ടിലെ അനിരുദ്ധന്റെ കൈപ്പത്തിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റും അന്ന് സ്കൂളിൽ നിന്ന് കിട്ടിയ അവന്തികയുടെ തോക്കിലെ ബുള്ളറ്റും ഒന്നാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഈ കേസിൽ അവന്തിക കുറ്റവാളിയാണെന്ന് എനിക്കൊരു സംശയവും. പക്ഷെ എളുപ്പം ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടെ ആളിയെ ഈ കേസുമായി കോടതിയിലേക്ക് പോകരുതെന്നാണ് എന്റെ അഭിപ്രായം. അതെന്താ? ഡിഫൻസ് ലോയർ അഡ്വക്കേറ്റ് റാംമോഹൻ ആണെന്നാ കേട്ടത്. അയാളാണോ? വളരെ ബ്രില്യന്റ് ആയ ലോയർ അദ്ദേഹം. ഏറ്റെടുത്ത കേസുകളെല്ലാം ജയിപ്പിച്ച് മാത്രം ശീലമുള്ള അഡ്വക്കേറ്റ് റാംമോഹൻ. അദ്ദേഹം ഈ കേസിലെ ഡിഫൻസ് ഭാഗത്ത് വരുമ്പോ അതെനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമല്ലേ? അതാണ് എന്റെ ആശങ്ക. കേസ് ജയിക്കാൻ അയാൾ ഏത് അറ്റം വരെയും പോകും. സാക്ഷികളെയും തെളിവുകളെയും എല്ലാം കൃത്രിമമായിട്ടുണ്ടാക്കും. സത്യങ്ങളെല്ലാം വളച്ചൊടിച്ച് തനിക്ക് അനുകൂലമായിട്ട് മാറ്റിയെടുക്കാനുള്ള അയാളെ മിടുക്കുകളെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞങ്ങള് പോലീസുകാർ അയാളെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ഡെവിൾസ് അഡ്വക്കേറ്റ്. അയാളെ പോലൊരാൾ എതിർസ്ഥാനത്ത് വരുന്നതാണ് എന്റെ സന്തോഷം. രാജീവേ, ഈ കേസ് ഫ്രെയിം ചെയ്ത ആരായാലും അവർ നിസ്സാരക്കാരല്ല. ഓരോ സാഹചര്യ തെളിവുകളും അടുത്ത തെളിവുമായി കൃത്യമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു കണ്ണി പോലും എവിടെയും പൊട്ടിയിട്ടില്ല. ഫോറൻസിക് റിപ്പോർട്ടും സാക്ഷിമൊഴികളും ഡിജിറ്റൽ തെളിവുകളും എല്ലാം അവന്തികയിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്നത്. ഇനി ഏത് റാംമോഹൻ വന്നാലും
നിയമത്തിന്റെ മുൻപിൽ വാചക കസർത്തുകൾക്ക് ആയുസ് കുറവാ. തെളിവുകളാ സംസാരിക്കേണ്ടത്. ദാ. അവന്തിയുടെ കേസ് ഫയൽ ഇതുവരെ പഠിച്ചു കഴിഞ്ഞില്ലേ? ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഈ സുഗതൻ മേനോൻ ആരാണെന്നുള്ളതാണ് അളിയന്റെ സംശയം. അത് തന്നെയാ എന്റെ സംശയം. സത്യത്തിൽ അയാൾ ആരാ? എന്തായാലും മരിച്ചുപോയ അനിരുദ്ധനോട് സ്നേഹമുള്ള ആളാണെന്നുള്ളത് വ്യക്തം. ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ തെളിവുകളാ ഈ കേസിലെ പ്രോസിക്യൂഷന്റെ കയ്യിലുള്ളത്. സത്യം ജയിക്കും. കുറ്റവാളി ശിക്ഷിക്കപ്പെടും, അതെനിക്ക് ഉറപ്പാ. ഈ സുഗതൻ മേനോൻ അതിനൊരു നിമിത്തം മാത്രം. എന്നോടുള്ള പിണക്കം ഇതുവരെ മാറിയില്ലേ? എനിക്കാരോടും പണക്കൊന്നുമില്ല. പിന്നെന്താ ഇത്ര വലിയ ആലോചന? ആതിരയുടെ മോളുടെയും കാര്യം ആലോചിച്ചിട്ടാണോ? ആതിരയുടെ തെറ്റിദ്ധാരണയൊക്കെ മാറുമ്പോൾ മാറട്ടെ എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നുള്ളൂ. എങ്കിൽ ഞാൻ നിന്നെ ഒരു കാര്യം ഏൽപ്പിക്കാൻ പോവാ. നീ അത് കൃത്യമായിട്ട് ചെയ്യുമല്ലോ അല്ലേ? ഏടത്തിക്ക് എന്നെ സംശയമുണ്ടോ? ഒരിക്കലും ഇല്ല. പക്ഷേ പഴയതുപോലെ അല്ല ഇപ്പം എൻ്റെ കാര്യങ്ങൾ. നീ ഇതുവരെ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. കേസിന്റെ കാര്യങ്ങളാ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ കേട്ടു. എൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു വാള് പോലെയാ ഇപ്പൊ സച്ചി കൊടുത്തിരിക്കുന്ന കേസ് പോലും. അതിന്റെ കൂടെയാ ഇപ്പൊ ഇവിടെ താമസിക്കാൻ വേണ്ടി കെട്ടിക്കേറി വന്ന 2 എണ്ണം, ആ അമ്മയും മോളും. അവരുടെ കാര്യത്തിൽ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അതിന് ഞാനെന്താ ചെയ്യണ്ടേ? നിലവിൽ അവരെന്റെ ആശ്രിതരെ പോലെ ജീവിക്കുന്നത്. ജീവിക്കാൻ ഒരു മാർഗവുമില്ലാതെ വാടക വീട്ടിൽ നിന്ന് ഉടമസ്ഥൻ ഇറക്കി വിട്ടപ്പോഴാ അവരിങ്ങോട്ട് വന്നത്. ഇത് അവര് പറഞ്ഞല്ലേ? സത്യം അതാണെന്ന് ഏടത്തിക്ക് ഉറപ്പുണ്ടോ? നീ അതിനെക്കുറിച്ച് അന്വേഷിക്കണം. അതാ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം. അത് ഞാൻ ഏറ്റു. അത് മാത്രമല്ല, അവരുടെ എല്ലാ നീക്കങ്ങളും നീ വേണം ഇനി നിരീക്ഷിക്കാൻ. എന്റെ കൂടെ നിന്ന് എന്നെ ചതിക്കാനുള്ള പദ്ധതിയാണോ അവരുടേതെന്ന് അറിയണമല്ലോ. അങ്ങനെ ഏട്ടത്തിനൊപ്പം കൂടി ചതിക്കാനുള്ള പദ്ധതിയായിട്ടാണ് ആ അമ്മയും മോളും ഇങ്ങോട്ട് വന്നിട്ടുള്ളെങ്കിൽ അതിന്റെ ഫലം അവരനുഭവിക്കും.